പ്രധാനപ്പെട്ട ഒരു ഇടം, അതൊരു തീർത്ഥാടന കേന്ദ്രം എന്നതിനൊപ്പം രാജ്യത്തിന്റെ തെക്കേ അറ്റം. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്നു. എന്നാലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ അവിടെ ഏറ്റവും ചർച്ചയാകുന്നത്. അരുൺ, ഒരുപാട് പേരെ അരുണിന്റെ പിന്നിലൊക്കെയായി കാണാം. ഒരുപക്ഷെ അത് സഞ്ചാരികളായിരിക്കാം, അല്ലെങ്കിൽ അന്നാട്ടുകാരായിരിക്കാം. പൊതുവായിട്ടുള്ളൊരു പ്രതികരണങ്ങളൊക്കെ എന്താണ്? മോദി അവിടെ എത്തിയതിലുള്ള സന്തോഷമൊക്കെ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ടോ? പിന്നെ ഈ രാഷ്ട്രീയ തലത്തിൽ ഇത് വലിയ ചർച്ചയായിരുന്നല്ലോ. പ്രധാനമന്ത്രി ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഒരു ധ്യാനം ഇരിക്കുന്ന സാഹചര്യം, അതും അവസാന ഘട്ടത്തിൽ എന്നുള്ളത്. അപ്പോൾ ഒരു പൊതു വികാരം എന്താണ് അരുൺ? കന്യാകുമാരിയിൽ അരുണിന് കേൾക്കാൻ കഴിഞ്ഞതും കാണാൻ കഴിഞ്ഞതും? ആളുകൾക്ക് പൊതുവിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി അവധിക്കാലം ചെലവഴിക്കാൻ വന്നവരാണ്. അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് പലർക്കും. ഇന്നലെയും ക്ഷേത്ര ദർശനമൊന്നും സാധ്യമായിരുന്നില്ല. നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോയ ശേഷവും ക്ഷേത്ര ദർശനത്തിന് അനുമതി നൽകിയില്ല എന്ന പരാതി ചില ആളുകൾ ഉന്നയിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് കാര്യമായ നിയന്ത്രണം ഇവിടെ ഉണ്ട് എന്ന് പറയാനും കഴിയില്ല. സ്വാഭാവികമായും പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്ക് നമ്മൾ പങ്കെടുക്കാൻ പോയാൽ അവിടുത്തെ നിയന്ത്രണങ്ങൾ നമുക്കറിയാം. പക്ഷെ അത്ര പോലും നിയന്ത്രണങ്ങൾ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ. ഈ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ പോക്ക് മാത്രമാണ് തടസ്സപ്പെട്ടിട്ടുള്ളത്. അതിന് മാത്രമാണ് ഒരു വിലക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഇവിടേക്ക് വരാനൊക്കെയുള്ള അനുമതിയുണ്ട്. വാഹനങ്ങൾ കടന്നു വരാനും ചെറിയ നിയന്ത്രണം. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇവിടെ വരാനും ഈ വിനോദസഞ്ചാരത്തിലെത്തുന്ന ആളുകൾക്ക് ഇവിടെ കാര്യങ്ങൾ കടകളിലും മറ്റും പോകാനുമൊന്നും കാര്യമായ തടസ്സങ്ങളില്ല. പ്രധാനമന്ത്രി ഉള്ള ഒരു പട്ടണത്തിൽ, ഒരു സ്ഥലത്ത് ഉള്ള നിയന്ത്രണങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ കന്യാകുമാരിയിലുള്ളൂ. കാര്യമായി ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത നിയന്ത്രണങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വേണം പറയാൻ. ഓക്കെ, എന്താണ് ഒരുപാട് പേർ അവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ കന്യാകുമാരിയിലേക്ക് പതിവ് പോലെ എത്തുന്നു. കന്യാകുമാരിയിലെ സൂര്യോദയം അത് ഷിജു ചവറ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്തു, നമ്മുടെ ക്യാമറാമാൻ. എന്താണെങ്കിലും വി അരുൺ കന്യാകുമാരിയിൽ തുടരുകയാണ്. അരുൺ, ഈ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് ഈ കൊൽക്കത്ത ലക്ഷ്യമിട്ടുള്ള വരവാണ് വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രിയുടേത് എന്നുള്ള തരത്തിലും ഉണ്ടായിരുന്നല്ലോ. ഈ വിമർശനങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ തൽക്കാലത്തേക്ക് പ്രതികരണം അർഹിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെ തുടരുകയാണോ അദ്ദേഹം? ഇനി ധ്യാനം അത് നാളെ എത്ര മണിവരെ എന്നുള്ളതാണ് മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത്? കൊൽക്കത്ത അതുപോലെ തന്നെ ദക്ഷിണേന്ത്യ രണ്ടും ബിജെപിയുടെ വലിയ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. കൊൽക്കത്തയിൽ ബിജെപി ഒരു സിപിഎമ്മിന്റെ ശക്തികേന്ദ്രമായിരുന്ന ഇടതു പാർട്ടികളുടെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായിരുന്ന കൊൽക്കത്തയും പശ്ചിമബംഗാളും ഒക്കെ വലിയ എവിടെ നിന്ന് ചേട്ടാ? ആലത്തൂർന്നാ? ആലത്തൂര് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു. ആര് ജയിക്കും അവിടെ? ഇപ്പൊ ആര് ജയിച്ചാലും ഭൂരിപക്ഷം കമ്മിയായിരിക്കും. രമ്യ ജയിച്ചാലും ശരി, രാധാകൃഷ്ണൻ ജയിച്ചാലും ഭൂരിപക്ഷം കുറവാണ്. ഭയങ്കര ശക്തമായ മത്സരമാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, പ്രധാനമന്ത്രി ഉണ്ടെന്ന് അറിയാം. അത് കാരണം തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടതായിരുന്നു, വിവേകാനന്ദ പാറയിലേക്ക്. പക്ഷെ അങ്ങോട്ട് കടത്തി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ. എത്ര ദിവസത്തെ ടൂറാണ് നിങ്ങൾ വന്നേ? ഞങ്ങൾ 4 ദിവസത്തെ. നേരത്തെ പോയിട്ടുണ്ട്? വേണ്ട പറയാൻ പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രി അങ്ങോട്ട് ബാക്കി തടസ്സമൊന്നും ഇല്ല, ബാക്കി തടസ്സങ്ങളില്ല. വണ്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അത് കുറച്ച് പ്രയാസപ്പെട്ടു. പ്രധാനമന്ത്രി ഉള്ളതിന്റെ ഒരു നിയന്ത്രണമാണ്. നേരത്തെ പോയിട്ടുണ്ടോ? പാറയിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇപ്രാവശ്യം പോകാൻ പറഞ്ഞിരുന്നാണ്. അവളേക്ക് പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം തന്നെ. പ്രധാനമന്ത്രിയെ കാണണമെന്നുണ്ടായിരുന്നോ? കാണുന്നുണ്ടെന്ന് കാണില്ല പറഞ്ഞല്ലോ. കാണുന്നുണ്ടായിരുന്നു. ധ്യാനത്തിലാണ്. പറഞ്ഞു, ചോദിച്ചു. ശരി എന്നാ. ഏതായാലും ആലത്തൂരിൽ നിന്ന് വന്ന ആളാണ്. പേരെന്താ? എന്റെ ഒരു കുമാരൻ, ആലത്തൂർ തൃപ്പാളൂരാണ്. ശക്തമായ മത്സരം ഉണ്ടായിരുന്നില്ലേ ആലത്തൂർ? ശക്തി ഉണ്ടായിരുന്നു. 4-ാം തീയതി അറിയാം. 4-ാം തീയതി അറിയാം. ശരി, അതാണ്. ആലത്തൂരിൽ നിന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. Where are you from? I'm from Maharashtra, Nagpur. Yes. PMEC here. Yes, it's very nice to see him here, and we are also enjoying the beach. And there is a slight inconvenience for the people, but it is okay. We are happy with it. You watched sunrise? Yes. There was no problem in watching the sunrise. 2 points were not, 2-3 points of sunrise were not allowed, but this point was allowed. So we enjoyed here, everybody. It's a nice time in
this place is good. How was the sunrise? It was very mesmerizing to see the sunrise. It was too good, awesome. But it was a bit crowdy here, but then also we enjoyed. Always crowdy here. Yes, we came first time, so it was a bit too crowd, but then also we enjoyed here. PM is here. He is on meditation on the Vivekananda Road. Yes, we are actually proud of him that he is coming here and doing the meditation. Thank you. For the betterment of our people, it is he is looking forward and taking our country forward. It's a good thing. Maharashtra, how is Maharashtra's elections? Oh, elections in Maharashtra is bit tricky actually, because there were so many parties. So let us hope what the scenario is on 4th. Thank you. There may be tricks and turns. हो सकते हैं, I don't know, but the people's they will vote for the best. Not easy for India. I think. Not easy for India. You think? And not it will be a equal show. I think it will be a balanced show, because both they have equal strength actually. Maharashtra is always a different state, and other it's not a sweeping kind of state. It gives its mandate on the basis of local issues also. So they have their own things. So good night. Dr. Deepak Ghadge. I am practicing Nagpur. Yes. ഡോക്ടർ ദീപക് ഘാഡ്ഗെ നാഗ്പൂരിൽ നിന്ന്, മഹാരാഷ്ട്ര നാഗ്പൂരിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ഇവിടെ എത്തിയ ഒരു സന്തോഷം, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി ഇവിടെ എത്തിയതിന്റെ സന്തോഷമാണ് അദ്ദേഹവും കുടുംബവും പങ്കുവച്ചത്. അവർക്ക് സൂര്യോദയമൊക്കെ കാണാൻ, ഭംഗിയായി തന്നെ കാണാൻ കഴിഞ്ഞു. മനോഹരമായ സൂര്യോദയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കുടുംബം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഏതായാലും നാഗ്പൂരിലെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെ കുറിച്ച് നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ, ടി വി റിപ്പോർട്ടുകളിലെ കാണുമ്പോൾ തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്കും അത്ര വലിയൊരു മെജോറിറ്റി കിട്ടുകയോ അല്ലെങ്കിൽ വളരെ ഒരു അനായാസം ഈസി ആയിട്ട് ആർക്കും ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷമല്ല മഹാരാഷ്ട്ര ഉള്ളതെന്നും പറയുന്നു. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ, മഹാരാഷ്ട്രയൊക്കെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് BJP പോകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നതാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം, മോദിയുടെ ആരാധകൻ കൂടിയുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ പറയുകയാണ്. അവിടെ